ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി റിയാദ്, സൗദി അറേബ്യ. മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്കെ എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോൾ. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ട് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി പഠിപ്പുറുസി. പഠനത്തിൻ്റെ രുചി എന്നാണ് അർത്ഥം. ഇടുക്കി ഇടമലക്കുടിയിലെ ആദിവാസി കുട്ടികൾക്കായി മുതുവൻ ഭാഷയിൽ ആരംഭിച്ച പദ്ധതിയാണ് പഠിപ്പുറുസി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പട്ടികജാതി സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി PM അജയ് ആണ്. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജന എന്നാണ് ഫുൾ ഫോം. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പട്ടികജാതി സമൂഹങ്ങളുടെ ദാരിദ്ര്യം കുറയ്ക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. PM അജയ് എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ്. കേരളത്തിൽ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാടാണ്, മലപ്പുറം ജില്ലയിലെ ഏറനാട്. കേരളത്തിലെ ആദ്യ വി പാർക്ക് കൊല്ലത്താണ് വരുന്നത്. ആദ്യ വി പാർക്ക്. സംസ്ഥാനത്ത് മേൽപ്പാലങ്ങൾക്ക് താഴെയുള്ള ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ ജനസൗഹൃദ പൊതു ഇടങ്ങളാക്കി മാറ്റുന്ന ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയാണ് വി പാർക്ക്. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് തുറന്നത്? മധ്യപ്രദേശ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം എവിടെയാണ് തുറന്നത്? മധ്യപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ആരംഭിച്ച പഞ്ചായത്ത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തൃപ്രങ്ങോടാണ്, മലപ്പുറം. തൃപ്രങ്ങോട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.